അല്ലാ നിന്റെ മലക്കുകളുടെ കാവൽ നീ കൊടുക്കണേ റബ്ബേ. നിന്റെ മലക്കുകളുടെ കാവൽ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്, വല്ലാതെ വേദനിപ്പിക്കുകയാണ് റബ്ബേ. മനസ്സിന് സമാധാനത്തോടുകൂടി മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല അല്ലാ. കാഴ്ചകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ കണ്ടുകൊണ്ട് റബ്ബേ വല്ലാതെ പൊട്ടുകയാണ് അല്ലാഹുവേ. ദുരന്തത്തിന്റെ കാഴ്ചകൾ കണ്ട് വല്ലാതെ നീറുകയാണ് റബ്ബേ. നിന്റെ അനുഗ്രഹം എത്രയോ വലുതാണ്. ഒരു പ്രകൃതിയുടെ ദുരന്തവും ഏൽക്കാതെ, ഒരു മഴയുടെ ദുരന്തവും ഏൽക്കാതെ, ഒരു വെള്ളത്തിന്റെ ദുരന്തവും ഏൽക്കാതെ, മഴ എത്ര ശക്തിയായാലും സമാധാനത്തോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങാൻ അല്ലാഹു നിനക്ക് അവസരം തന്നിട്ടുണ്ടെങ്കിൽ മോളെ, അല്ലാഹുവിനോട് എത്ര നന്ദി കാണിച്ചാലാണ് അതിന് പകരമാകുന്നത്. അല്ലാഹുവിനോട് എത്ര നന്ദി കാണിച്ചാലാണ് അതിന് പരിഹാരമാകുന്നത്. മോനെ, അല്ലാഹുവിനോട് എത്ര ശുക്ർ ചെയ്താലാണ് അതിന് പരിഹാരമാകുന്നത്. ഒലിച്ചുപോയത് കണ്ടില്ലേ? രാത്രിയിൽ നമ്മളെപ്പോലെ സംസാരിച്ചവരാണ്, കുടുംബവുമൊത്തിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്, പള്ളിയിൽ പോയവരാണ്, രാത്രിയിൽ നമ്മളെപ്പോലെ ദുആ ചെയ്തവരാണ്, രാത്രിയിൽ നമ്മളെപ്പോലെ നമസ്കരിച്ചവരാണ്, രാത്രിയിൽ നമ്മളുടെ മക്കൾ കളിക്കുന്നത് പോലെ, നമ്മളുടെ മക്കൾ വീട്ടിൽ കളിക്കുന്നത് പോലെ, വാപ്പയുടെ ഉമ്മയുടെയും കൂടെ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചവരല്ലേ? വാപ്പ ഏതാണ് ഉമ്മ ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധം മയ്യത്തിന്റെ എണ്ണം കൂടുമ്പോ അല്ലാ, മകനേതാണ് മകളേതാണെന്ന് തിരിച്ചറിയാത്ത വിധം മരണസംഖ്യ ഉയരുമ്പോ ഇന്നാ ലില്ലാഹ് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്, സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. അല്ലാ, ഒരു പ്രദേശത്ത് താമസിച്ചവര് മുഴുവനും അല്ലാ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? കിടന്ന് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങിയവരാണ്. ഞെട്ടലോടെ എഴുന്നേറ്റ് ദുരന്തത്തിന്റെ മുഖം നേരിട്ട് കണ്ടവർ അല്ലാ എത്രയോ പേരാണ്. റബ്ബേ, നീ മഴയുടെ ശക്തി കുറയ്ക്കണേ അല്ലാ, മഴയുടെ ശക്തി കുറയ്ക്കണേ അല്ലാ. അല്ലാഹുവേ, വയനാട് മലയോര പ്രദേശങ്ങൾ റബ്ബേ നിന്റെ കാവല് കൊടുക്കണേ അല്ലാ. പള്ളികൾ തകർന്നു പോയിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ തകർന്നു പോയിട്ടുണ്ട് റബ്ബേ, നിന്റെ കാവലുകൾ കൊടുക്കണേ റബ്ബേ. മനുഷ്യന് അല്ലാഹുവേ, മനുഷ്യ സമൂഹത്തിന് മുഴുവനും വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ. അല്ലാ, ഒരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, ഒരു മനുഷ്യനും പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ റബ്ബേ പ്രകൃതി ദുരന്തങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ജീവന്റെ തുടിപ്പ് അല്പമെങ്കിലും ബാക്കിയുള്ളവരാ മണ്ണിനടിയിലുണ്ടെങ്കിൽ റബ്ബേ എത്രയും പെട്ടെന്ന് സഹായത്തിന്റെ കൈകളെത്താനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് അല്ലാഹുവേ ആരെല്ലാം ഏർപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാം സഹായത്തിന് ഏർപ്പെട്ടിട്ടുണ്ട്, ആരെല്ലാം മനുഷ്യ സ്നേഹികളായിട്ടുള്ള എത്രയോ ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബേ, നീ കാവല് കൊടുക്കണേ അല്ലാ. നിന്റെ കാവലല്ലാതെ മറ്റാരുടെയും കാവലില്ല റബ്ബേ. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളും മനുഷ്യൻ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ് അല്ലാ. റബ്ബേ, നീ
കാവല് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ അല്ലാഹുവേ. പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാര്, ചെറിയ മക്കളും എല്ലാവർക്കും നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ.